പൊന്നാനി മണ്ഡലത്തിലെത്തുകയാണ്. പൊന്നാനി മണ്ഡലത്തിലെ താനൂർ ഹാർബറിലാണ് നമ്മളിപ്പോൾ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ തീരദേശ മേഖല ഉൾപ്പെടുന്ന തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുന്ന സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. തീരദേശം ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്താൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന്, ഈ സംസ്ഥാന സർക്കാർ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടി ഈ ഇടയ്ക്ക് ബോട്ടുകൾ സർക്കാർ ചെലവിൽ നിർമ്മിച്ച് തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. 5 ബോട്ടുകളാണ് ഇറക്കിയിരിക്കുന്നത്. അതിൽ 2 ഈ താനൂരിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിന്റെ വിശേഷങ്ങളും കാണാം, പൊന്നാനിയുടെ രാഷ്ട്രീയ പറയണം. കാരണം നമ്മൾ മലപ്പുറം യാത്രയിൽ അവിടെ നിന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു പൊന്നാനിയിൽ വലിയ അത്ഭുതത്തിനുള്ള സാധ്യതയുണ്ട്. അത്ഭുതത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് പരിശോധിക്കാം. നമുക്ക് ഇവിടെ അത്തരം കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടതുണ്ട് അല്ലേ? ചേട്ടാ എന്തല്ല, എങ്ങനെ പോകുന്നു? ഇവിടെ പൊന്നാനിയിലെ ഇലക്ഷൻ എങ്ങനെയൊക്കെയുണ്ട്? ഇലക്ഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ റംസാൻ ആയതിൻ്റെ നോമ്പിൻ്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. മറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു കാര്യങ്ങളൊക്കെ പെരുന്നാൾ കയ്യിലോട് കൂടി ഒന്നും കൂടി സജീവം. ഞങ്ങൾ പോയിടത്തെല്ലാം കേൾക്കുന്നത് പൊന്നാനിയിൽ ഇത്തവണ ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. താനൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു മണ്ഡലത്തിലാണ് നിങ്ങൾ എത്തിയത്. അതെ, അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ താനൂർ. വിശേഷിച്ച് ഞങ്ങൾ താനൂരിനെ കുറിച്ച് ഒരു 10 വർഷം മുമ്പുള്ള താനൂരല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എവിടെ പോയാലും താനൂരിൻ്റെ വിവിധ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഇവിടുത്തെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലെ പോലെയല്ല, ഈ പ്രാവശ്യം പൊന്നാനിയിൽ ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കും, അത് തീർച്ചയാണ്. KS എന്ന സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? അദ്ദേഹം നേരത്തെ ലീഗിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ലീഗിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ രീതിയിൽ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ KS സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യൻ. കാരണം പെട്ടെന്ന് ഓട് വിളിച്ച് വന്നൊരു മനുഷ്യനല്ല. അയാൾ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ലീഗിൽ ഒട്ടനവധി സമര മേഖലകളിലും സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു നേതാവാണ് KS. അതെ, എന്താ പറയുന്നത്, ലീഗിൻ്റെ അകത്തുള്ള മൂലച്യൂതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ? ഇലക്ഷനൊക്കെ നല്ല ഉത്സാഹമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നോൽമ്പായത് കാരണം അതിന്റെ ഒരു ചെറിയൊരു ഈ നിലവിലെ MP-യുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇവർ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലോ. ഇവിടുത്തെ MP-നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി, മലപ്പുറത്തെ MP-നെ ഇങ്ങോട്ടേക്കും കൊണ്ടുപോകും. ഇപ്പോൾ ലീഗിൽ തന്നെ ജനങ്ങൾ പറയുന്നത് എന്തായാലും ഇപ്പം പൊന്നാനി മണ്ഡലത്തിൽ വികസനങ്ങൾ MP-യുടെ വികസനങ്ങൾ പൂർത്തിയായി. ഇപ്പൊ MP മലപ്പുറത്ത് വികസനം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ ഇനി വികസിപ്പിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. വികസനം പൊന്നാനി മണ്ഡലത്തിൽ ഇനി വികസിക്കാനൊന്നും ഇല്ലെന്നാണ്. വികസനമൊക്കെ പൂർത്തിയാക്കി കെട്ടി ഈ T മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് പോയിട്ട് ഇനി അവിടെ വികസനം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഇവിടെ സമതാനിക്ക് ഇനി വികസനം ഒന്നും ഉണ്ടാക്കണ്ട, ജയിച്ചു പോകും. അതാണ് ഇവിടുത്തെ ഇപ്പൊ ഉള്ള പൊതുവെയുള്ള സംസാരം. പൊന്നാനി പഴയ കാലങ്ങളിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ആളുകൾ വല്ലാതെ ഒരു പ്രവർത്തന മേഖലയിലേക്ക്, ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നമുക്ക് വലിയ മെജോറിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് മുൻകാലങ്ങളിലൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ, അതിൻ്റെ മുന്നത്തെ തവണ, അതുപോലെ ഈ പ്രാവശ്യം പ്രത്യേകിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തീരക്കടൽ മത്സ്യലഭ്യത കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രാപ്തരാക്കാം എന്നുള്ള ഒരു നിലപാടിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ബോട്ട് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. 1,85,00,000 രൂപയാണ് ഒരു ബോട്ടിൻ്റെ ഒരു ടാർഗറ്റ്. അതിൽ പകുതി സബ്സിഡിയാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി ആയിട്ടാണ് പകുതി കൊടുക്കുന്നത്, ബാക്കി പകുതി അടിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പുനർഗേഹം പദ്ധതിയിലൂടെ വീട് പണിത് കൊടുക്കുന്നത്. ഇവിടെ MP-ൻ്റെ ഒരു ശിലാഫലകം കാണണമെങ്കിൽ മഷിട്ട് നോക്കേണ്ടി വരും. ഈ നിൽക്കുന്ന സമയത്ത് പൗരത്വമില്ലാവട്ടെ, മറ്റേ ഈ NRC, അതുപോലെ തന്നെ മുത്തലാഖ് ബില്ല്, ഇതൊക്കെ വരുന്ന സമയത്ത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു 75% വോട്ട് വാങ്ങിപ്പോയിട്ടുള്ള ആളുകൾ വിമാനം നേരം വൈകി, വണ്ടി കല്യാണത്തിന് പോയി, ബിരിയാണി ചെമ്പ്, തലകുടി, ഇങ്ങനെ മറ്റേ കോമഡി പല രീതിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സമുദായത്തെ ഉപയോഗിക്കുന്നത് അവർക്ക് വോട്ടിന് വേണ്ടിയാണ്. മറ്റു പ്രശ്നങ്ങൾ, സമുദായത്തിന് വരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്
അവർക്ക് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പരിമിതികളില്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ എം പിമാരെ, അതായത് വീണ്ടും ഒരു തുടർ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. അവിടെ ഓരോ ബില്ല് പാസ്സാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ പരിമിതിയില്ലാത്ത RSSനെതിരെ സംസാരിക്കാൻ ഭയമില്ലാത്ത ഇടതുപക്ഷ എം പിമാരെ വിജയിപ്പിച്ച് വിടുന്നത് അത് ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങളും അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ നമ്മൾ പിന്നെ തീരദേശം മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദിയുടെ ഭരണം വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇത് ലീഗിന് വളരെ ആധിപത്യമുള്ള ജില്ല കൂടിയാണ്. എന്താ RSSകാർക്കെതിരെ സംസാരിക്കാൻ അവർക്ക് ഭയമാണ്? ഭയമാണെന്ന് മാത്രമല്ല, 15 വർഷമായി ഇപ്പോൾ E.T. മുഹമ്മദ് ബഷീർ പൊന്നാനി മണ്ഡലത്തിൽ പ്രതിനിധീകരിക്കും. ഈ 15 വർഷത്തിലെടുക്ക് അദ്ദേഹം ഈ പൊന്നാനി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ലീഗിന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതായത് ഈ പാരമ്പര്യത്തിന്റെ തഴമ്പും പറഞ്ഞ് പൊന്നാനിയിൽ എല്ലാ കാലത്തും ആനപ്പുറത്ത് ഇരിക്കാമെന്ന് ലീഗ് കരുതണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കരുതണ്ട. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ നിന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണ്. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ്. 1987 അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇന്ന് UDFനും ലീഗിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല. വ്യക്തിപരമായ വോട്ട്, അതിന്റെ കൂടെ രാഷ്ട്രീയപരമായ വോട്ട്, അതാണ് പൊന്നാനിയിൽ ഈ ഒരു അട്ടിമറി എന്ന സംസാരം ഉണ്ടാകാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ഹാർബറിന്റെ തീരത്തോട് അടുപ്പിച്ചൊരു വള്ളത്തെ ഇരിക്കുക, തൽക്കാലം കയറ്റിയിട്ട വള്ളത്തിലാണ്. അതെ, തൽക്കാലം ഇവിടുന്ന് എന്തായാലും കാരണം ഈ സമയമായതുകൊണ്ടാണ്. അതെ, എങ്ങനെയുണ്ട് ചേട്ടാ പണിയൊക്കെ എങ്ങനെ പോകുന്നു? പണിയൊക്കെ ഇപ്പോൾ വളരെ മോശമാണ്. ഇപ്പോൾ ചെറുതോണിക്കായിരിക്കും വളരെ മോശമാണ്. അതേപോലെ വലിയ വെള്ളം 10-40 പേരടങ്ങുന്ന വള്ളക്കാർ അവർ കുറഞ്ഞ പണിയേ ഉള്ളൂ. എന്തായാലും ഈ സീസൺ ഇപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ പട്ടിണിയിലാണ്. ഇപ്പോൾ മീൻ കുറവാണ്. മീൻ പൊതുവെ മീൻ കുറവാണ്. പിന്നെ ഉള്ള മീനിക്കാണെങ്കിൽ ചില ഈ പണിക്ക് പോകുന്ന വള്ളക്കാരെ അതിനനുസരിച്ചുള്ള വല ഉണ്ടാവില്ല, കിട്ടുന്നില്ല. റേഷൻ അരി ഇപ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ കൊറോണ കാലത്ത് നമുക്ക് നല്ല രീതിയിൽ അരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ രീതിയിൽ അരി കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് ഈ കുറഞ്ഞ അരിയാണെങ്കിലും നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട്. ആ ഇതിലാണ് ഇപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. എങ്ങനെയാണ് ഇവിടുത്തെ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നു? പ്രതീക്ഷ എന്താണ് ഈ മണ്ഡലത്തിന്റെ? പ്രതീക്ഷ KSMC ജയിക്കുന്നതാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് പ്രതീക്ഷ. പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. അല്ല, ഈ കാലഘട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ രീതിയുണ്ടല്ലോ. പിന്നെ ഈ BJP സർക്കാരിനെതിരെയുള്ള CAA പിന്നെ പൗരത്വ ബില്ലിനെതിരെയുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടുണ്ട്, ഇടതുപക്ഷത്തിന് വേറൊരു നിലപാടാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മണ്ണെണ്ണ, നിങ്ങൾക്ക് മണ്ണെണ്ണ കൂടുതൽ വേണമല്ലോ, പക്ഷെ നിങ്ങൾക്ക് ആ മണ്ണെണ്ണയുടെ അളവ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങളത് ബുദ്ധിമുട്ടിലാക്കുന്നില്ലേ കേന്ദ്രത്തിന്റെ നടപടികളൊക്കെ? അതുണ്ട്, തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളെ തീരദേശ പ്രദേശമാണല്ലോ, മണ്ണെണ്ണൻ്റെ പിന്നെ സബ്സിഡി വെട്ടിക്കുറയിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിന് ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചു. 2019 ഇലക്ഷൻ്റെ ശേഷം പിന്നെ MP പിന്നെ പാർലമെൻറ്റിൽ കാണുന്ന എല്ലാ രീതിയിലാക്കി പ്രദേശത്ത് വന്നിട്ട് ജനങ്ങളുമായി നേരിട്ടുള്ള ഇടപെടലുണ്ടല്ല. പിന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് IMAS ലൈറ്റുകൾ സ്ഥാപിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് മാത്രമാണ് MP നമ്മുടെ നാട്ടിൽ വന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ? ഇവിടെ ഇടതുപക്ഷം ജയിക്കും, അംസാക്ക് ജയിക്കും. എന്താ അങ്ങനെ ഉറപ്പ് തോന്നാൻ കാരണം? ഉറപ്പെന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്, ജനങ്ങൾക്ക് നല്ല പുതിയ പ്രതീക്ഷയുണ്ട്. പുതിയ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഇടതുപക്ഷത്തോട് കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു ബോർഡ് വായിക്കട്ടെ, വായിക്ക്. അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആസ്തി വികസന ഫണ്ട് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് താനൂർ 2015 ഓഗസ്റ്റ് 20 കെട്ടിട ശിലാസ്ഥാപനം നടത്തിയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഈ ബിൽഡിംഗ് ഒന്ന് നോക്കിക്കേ, ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? ഒരു കോളേജിന്റെ എങ്ങനെയെങ്കിലും ഇന്നത്തെ കാലത്ത് ഇത് കോളേജ് എന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്തൊന്നുമല്ല, കുറച്ചൊരു 10-15 വർഷം മുന്നേ പോലും സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. അതായത് ആ UDF സർക്കാരിന്റെ കാലത്ത് അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ അവർ പൊതുവിദ്യാഭ്യാസ മേഖലയോട് അവർ സ്വീകരിച്ചിരുന്ന സമീപനമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. വേണമെങ്കിൽ ഒരു ഗോഡൌൺ ആയിട്ട് തോന്നും, ഒരു തട്ടിക്കൂട്ട് പരിപാടി പേരിന് വേണ്ടി. അതെ, ഞാൻ പുറത്തുനിന്ന് സത്യത്തിൽ ഇത് ആദ്യം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഗോഡൌൺ ആണെന്നാണ്. പക്ഷേ എൻ്റെ സംശയം മാറി, ഇപ്പോൾ അത് ഗോഡൌൺ ആണ്. കാരണം ഇപ്പോൾ ഈ കോളേജ് ഇവിടുന്ന്
LDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇവിടെ സമീപത്തുള്ള പൊന്മുണ്ട എന്ന സ്ഥലത്തേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കോളേജ് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്ന് ഉത്തമ ബോധ്യത്തിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. അതെ, അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കോളേജിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ, ഒരു സ്കൂളിന്റെ, കോളേജിൽ ഒരു സ്കൂളിന്റെ ഒരു കെട്ടിടം കണ്ടാലോ? നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ സ്കൂൾ കാണിച്ചു തരാന്ന്, അത് നമ്മൾ താരതമ്യം ചെയ്യുന്നു. കെട്ടിടത്തിന്റെ ഒരു മതിലിന് തൊട്ടപ്പുറമാണ് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ താനൂര്. ഒന്ന് കാണാം, ആ സ്കൂൾ ഒന്ന് കണ്ടു നോക്കാം, ബിൽഡിംഗ് ഒന്ന് കണ്ടു നോക്കാം. എനിക്കൊന്ന് അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല, ഈ തുടക്കത്തിൽ തന്നെ എല്ലാ ആകർഷണീയതയും ഉണ്ട് ആ കെട്ടിടത്തിൽ. അതെ, അതായത് ഊഹിക്കാൻ എന്തായിരിക്കും രണ്ട് മുന്നണികൾ തമ്മിലുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത്. മറ്റേത് കോളേജ് കെട്ടിടമാണ്, അതെ, ഇതൊരു സ്കൂൾ കെട്ടിടമാണ്. നമുക്ക് എത്ര ആധുനികമായ രീതിയിലാണ്, അതെ, എത്ര ആധുനികമായ രീതിയിലാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷം ഏറ്റവും ആക്ഷേപിക്കുന്ന, മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്ന അതേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു. നാട്ടിൽ കിഫ്ബി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ആ മാറ്റത്തിന്റെ ഒരു ഉദാഹരണം ഇത് കണ്ടു തന്നെ അറിയണം. നമുക്ക് ഇതിന്റെ കൂടുതൽ കാഴ്ചകളൊന്ന് പ്രേക്ഷകരിലേക്ക് വെക്കാം. സ്കൂളിന്റെ ബിൽഡിംഗ് കണ്ടോ? എന്താണ് പറയല, നമ്മൾ വന്ന വഴിയിൽ താമസിച്ച ഹോട്ടലുകളിൽ പോലും ഒരു പക്ഷേ ഇത്രയും നല്ല ബിൽഡിംഗ് ഇതിനകത്ത് കയറപ്പോ ശരിക്കും അത്ഭുതം തോന്നുന്നു. എന്താ നോക്കിയ ഇൻഡോർ കോർട്ട് ഒരു ഭാഗത്തുണ്ട്. ഇതൊരു ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിട സമുച്ചയത്തിന്റെ. അതെ, ഞാനിവിടെ നേരത്തെ ആളുകൾ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കാലത്ത് ഇങ്ങനെ തരിശു ഭൂമിയായിരുന്നു, ഒന്നുമില്ലാതെ കിടന്ന സ്ഥലമാണ്, സാധാ സ്കൂളായിരുന്നു. ആ സ്കൂൾ പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്, ഏത് നമ്മുടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും തകർക്കാൻ ശ്രമിക്കുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ആക്ഷേപിച്ച അതേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞില്ലേ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച്, സ്കൂളുകൾ കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലുകളാണെന്ന് തോന്നും. അന്ന് ആക്ഷേപിച്ച ഒരുപാട് UDF നേതാക്കളുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് സത്യം ഇത് കണ്ടിട്ടും അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിന് അപ്പുറമുള്ള ഒരു ആധുനിക സംവിധാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഇടതുപക്ഷം ഈ പൊന്നാനി പോലുള്ള ഒരു മണ്ഡലത്തിലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം ഒന്നിതാണ്. അതെ, ഇവിടെ പ്രധാനമായി എടുത്തു പറയുന്നത് അതാണ് ഞാനത് പറയാൻ വരികയായിരുന്നു. കാരണം ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ സർക്കാരിനെതിരെ ഇത്രയധികം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടും ഇപ്പോൾ അവസാനം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പോലും സർക്കാരിന് വലിയ, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ നേട്ടം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ അവരിലേക്ക് അത്രയധികം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ പാടി നടക്കുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നത് അവരനുഭവിച്ചറിയുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ആ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു തീരദേശ മേഖലയിൽ ഇതുപോലൊരു സ്കൂളോ ഒരു കെട്ടിടമോ ഉണ്ടാകുമോ എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നി നമ്മൾ കടന്നു വന്ന കവാടം കണ്ടപ്പോഴും പിന്നെ ഇതിനകത്തേക്ക് കയറിയപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ്, അത്ഭുതപ്പെടുത്തുന്ന വികസനമാണ്, അതിലൊരു തർക്കവുമില്ല. അതാണ് പൊന്നാനിയിലെയും കേരളത്തിലാകെയും ഇടതുപക്ഷത്തിനൊരു പ്രതീക്ഷ നൽകുന്നത്. ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഈ മാറ്റങ്ങൾ തന്നെയാണ്. പൊന്നാനിയുടെ യാത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരിലെ ഗൾഫ് മാർക്കറ്റ് ഫേമസ് ആണ്. തിരൂരിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്, ഈ ഒരു മാർക്കറ്റിന്റെ വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു പോകേണ്ടത്. ഒരുപാട് ആളുകൾ സാധനം മേടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇലക്ഷൻ കാലമാണ്, എങ്ങനെയാണ് ഇവിടെ? ഇലക്ഷൻ നല്ല ചൂടാണ്. ഇലക്ഷൻ കാലമാണല്ലോ. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു MP ഉണ്ടായിരുന്നു, 10 വർഷമായിട്ട് അയാൾ ഇവിടെ MP ആയിരുന്നു. അയാളിപ്പോ സ്ഥലം വിട്ടിരുന്നു. അപ്പൊ എവിടെ പോയി മത്സരിക്കുന്നുണ്ടെന്ന് മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. മലപ്പുറത്താണ്. അപ്പൊ സ്ഥലം മണ്ഡലം മാറാൻ കാരണം എന്താ വെച്ചാല് ഒരു വികസന പ്രവർത്തനം ഈ നാട്ടിൽ നടത്തിയിട്ടില്ല. ഒരു MP-ന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു ഒരു പൊതു റോഡോ ഒരു ഇടവഴി പോലും ഒരു ബോർഡ് വെച്ചിട്ട് MP വർക്ക് കാണിക്കുന്നില്ല. പിന്നെ അതേപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥിതി, ഞങ്ങളെ ഈ ഗൾഫ് ബസാറിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ 32 ട്രെയിൻ നിർത്താതെ പോവാണ്. അതേപോലെ ഒരു മേൽക്കൂരില്ല, പാലില്ല, ലിഫ്റ്റില്ല. ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരാം. ഇതിന് തൊട്ട് പിറകിലാണല്ലോ. തൊട്ട് പിറകിലാണ്. ഇതൊക്കെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു MP ഇതിലെ വന്നിട്ട് കയറി പോണ ആളാണ്, പക്ഷെ മണ്ഡലത്തിൽ നിൽക്കൂല. MP മണ്ഡലം വിട്ട് ഓടലാണ്. ഇപ്പൊ ഇലക്ഷനും ഇതേപോലെ മണ്ഡലം വിട്ട് ഓടിയതാണ്.
ഇതിപ്പോഴത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമമാണ്. അത് ഇടതുപക്ഷം പറഞ്ഞത് അത് നടപ്പാക്കൂലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ KSMSക്കാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് ചേട്ടാ അവസ്ഥ? തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എങ്ങനെ പോകുന്നു ഇപ്പോൾ? അല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കലും തോൽവിയൊക്കെ സാധാരണയല്ല. പിന്നെ ഒരു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവേ ഒരു സംസാരം ഇപ്പോൾ ഞാൻ കേട്ടു ഒരാഴ്ച മുന്നേ, നാരങ്ങ വെള്ളം പോലും കുടിക്കാനുള്ള ക്യാഷ് ഇല്ലാന്ന്, ഞങ്ങളെ കയ്യിലില്ലാന്ന്. നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവുക? കാരണം ഇവിടെ കേരളം മുങ്ങിത്താവാൻ പോകുമ്പോഴേ ഒരു ഉറുപ്പ്യ മുണറായിൻ്റെ പണ്ടൊക്കെ കൊടുക്കരുതെന്ന് പറഞ്ഞവരവർ. അത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? KM ഷാജി പറഞ്ഞു, K മുരളീധരനും പറഞ്ഞു. ഇപ്പോൾ ഉണ്ടാവരുത്. ഇവർ കൂപ്പൻ അടിച്ചിട്ട് ഇനി പിരിക്കാനല്ല, കൂപ്പൻ അടിച്ചിട്ട് വരട്ടെ നമ്മൾ കൊടുക്കാം. നമുക്ക് കിബറില്ല, നമ്മൾ കൊടുക്കും, ആര് വന്നാലും കൊടുക്കും. നാടിന് വേണ്ടിയല്ലേ? നാടിന് വേണ്ടിയില്ല. നമ്മളെ നാട് വേണ്ടി, നമ്മളെ നാട് വികസിക്കണം, നമ്മളെ നാട് രക്ഷപ്പെടണം. അതാണ് നമ്മളെ ആവശ്യം. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പറയാമല്ലോ. ഈ പണം ഇല്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം പിടിച്ചു വെച്ച പണം ഉണ്ടായിരുന്നു. വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് അതിൽ കുറച്ച് വാങ്ങിയത്. നടത്തിയിട്ട് നമുക്ക് കിട്ടിയല്ലോ അത് നമ്മൾ വാങ്ങി പിടിച്ചു വാങ്ങി. ഇപ്പോൾ 19 MP-മാരുണ്ടായിട്ട് അവിടെ സംസാരിച്ചോ പാർലമെന്റിൽ? ഒരു വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മൾ കേസ് കൊടുത്തോണ്ടാണ് നമുക്ക് അത് കിട്ടിയത്. അത് വലിയ അഭിമാനം തന്നെയാണ്. അപ്പൊ ഈ UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ അത് തിരിച്ചടിയായി മാറുന്നുള്ളത് ഉറപ്പാണ്. KSMS ജയിക്കണം, മാറ്റം വേണമല്ലോ. ജയിക്കലും തോൽവി എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയായാലും വികസനം ഞങ്ങൾ തോൽക്കണം. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതൊക്കെ അവരൊരു ഡ്രാമ കളിച്ചതാണ്. അതിൽ വേറെ ഒന്നുമില്ല. അത് ബാക്കി വീലാണ്ടിട്ട് മുന്നിൽ വീൽ ഇങ്ങോട്ടിട്ടാണ്ടുള്ള ഒരു കളിയാണ്, വേറെ ഒന്നും. മുന്നോട്ടിട്ടതല്ലേ? കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അത് പറയില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം സാധാരണ ജനങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഗുണം ചെയ്യുക? ഞങ്ങൾ വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹികളാണ്. വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാടക നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊടുത്തു. അതിന് അള്ളു വെക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. വാടക ക്രമാതീതമായി വർദ്ധിപ്പിക്കുക. അധികമുള്ള ബിൽഡിംഗ് ഓണർമാരൊക്കെ അവരോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് വ്യാപാരികൾക്ക് വലിയ ദോഷം ഉണ്ടാക്കി. GST കൊണ്ട് പ്രയാസമുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വ്യാപാരികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വ്യാപാരികൾക്കല്ല പൊതുസമൂഹത്തിന് വരെ വളരെ ഉപദ്രവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരിക്കലും പൊതുസമൂഹത്തിന് ഗുണം ചെയ്യില്ല. വലിയ പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1, 2, 3 നില പ്രശ്നങ്ങൾ വിവരിക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വെള്ളമുണ്ട്, വെള്ള ഷർട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിന് കൂടുതൽ വെള്ള തൊപ്പി കൂടിയുള്ള ആളാണ്. ഇത് സ്ഥിരമായിട്ടുള്ളതാണോ തൊപ്പി? ഞാൻ സ്ഥിരമായിട്ട് തൊപ്പിയിടുന്ന ആളല്ല. തൽക്കാലം നോമ്പ് കാലം വന്നപ്പോൾ തൊപ്പി ധരിക്കുക. സ്ഥിരമായിട്ട് വെള്ളമാണോ ഇപ്പോൾ ഈ നോമ്പ് കാലത്ത്? അതെ, ഒരു വെറൈറ്റി ആണല്ലോ. ഇപ്പം നമ്മളെ ഈ മലപ്പുറത്ത് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് കേന്ദ്ര നിയമമായതുകൊണ്ട് ഇത് നടപ്പാക്കിയേ പറ്റൂ, മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ്. ഇവിടെ സർക്കാരിൻ്റെ നിലപാട് നിങ്ങൾക്കൊരു സുരക്ഷിതത്വം തരുന്നുണ്ടോ? അതായത് ഈ കേരള ഗവൺമെൻറ് നടപ്പാക്കുകയില്ല എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ രാജ്യത്തെ ജനം. ഒന്ന്. രണ്ടാമത്, കേന്ദ്രത്തിനെതിരെയുള്ള ഫൈറ്റിൽ UDF എന്ന് പറയുന്ന കോൺഗ്രസ് ലീഗും പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് രാജ്യത്തെ ലീഗുകാരനക്കോ കോൺഗ്രസ്സുകാരനക്കോ മാർക്സിസ്റ്റുകാരനക്കോ അല്ല, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പടക്ക് വേണ്ടിയിട്ട് ആ പടൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ് കേരളത്തിലെ ജനങ്ങളാണ്. ഇത് സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പല്ല, ഇന്ത്യ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ എല്ലാ ആളുകളും പങ്കാളിത്തം വേണം. പിന്നെ ETയെ സംബന്ധിച്ചിടത്തോളം പറയാന്നുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വനാത്തുവാല ബോംബെയിൽ നിന്ന് വരും, ജയിച്ചുകൊണ്ട് പോകും. ഇത് സ്ഥിരമായിട്ട് ജയിച്ചു പോകുന്നൊരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ഇതിപ്പോൾ സ്ഥിരമായി 4-5 തവണ ജയിച്ചു പോയതൊട്ട് സ്ഥിരമായിട്ട് ജയിച്ചു പോകുന്ന സ്ഥലത്ത് മാറാനുള്ള കാരണം എന്താണെന്നൊരു പിടുത്തമില്ല. പേടി തട്ടിയിട്ടുണ്ടോ? പേടി തട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. സമദാനിക്കെതിരെ അവിടെ വളാഞ്ചേരിയിലൊക്കെ ഓടിച്ചു. 6 ഭാഷ പഠിച്ചെന്നല്ലാതെ രാജ്യത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. 6-7 ഭാഷ അറിയാം, നമ്മൾക്കൊന്നും അറിയില്ല. അത് അറബ്, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ മാത്രമേ അറിയുള്ളൂ. 6-7 ഭാഷ അറിയാം. പക്ഷേ അത് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഭാഷയാണ്. അത് 100 ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇത്തവണ പൊന്നാനിയിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ എങ്ങനെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? പൊന്നാനി എന്ന് പറഞ്ഞാലേ കാലാകാലം പൊന്നാനിയിൽ നിന്ന് ജയിച്ചു പോകുന്നത് UDF ആണ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ്. ഒരുപാട് ജനങ്ങൾ വന്ന് ഇറങ്ങുന്ന ട്രെയിൻ വന്ന് എത്രയോ 30 ട്രെയിനോളം തിരൂർ നിർത്തുന്നില്ല. തിരൂരിൽ നിന്നല്ല, പരപ്പനങ്ങാടി ആയിക്കോട്ടെ, താനൂർ ആയിക്കോട്ടെ, കുറ്റിപ്പുറം ആയിക്കോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ ട്രെയിൻ നിർത്തുന്നില്ല. ഇവർക്ക് നേരമില്ല. ഇവർക്ക് ഈ കല്യാണത്തിന് പോവുക, ചോറ് കഴിക്കുക, മുത്തലാഖ് ബില്ല് വരുമ്പോൾ അതിനും എതിർക്കാതെ അവിടെ പോയിട്ട് വോട്ടിംഗ് ഇല്ലാതെ അവർ ചോറ് കഴിക്കാൻ അങ്ങോട്ട് കേരളത്തിലേക്ക് വരിക, ട്രെയിന് പോയി, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കുക? ഒരു തൂക്കുമന്ത്രി സഭ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഇവിടുത്തെ UDFനെ ജയിപ്പിച്ചുവിട്ട് അവിടെ നിർത്തുക, റിസോർട്ടിലേക്ക് പറഞ്ഞേക്കാലോ? അത് ഇടതുപക്ഷത്തിൻ്റെ MP-മാർ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാം. കാരണം 2004 65 സീറ്റോളം നമുക്ക് നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ശക്തമായൊരു ഭരണമുണ്ടായി.
പങ്കാളിത്തം ഇല്ലെങ്കിലും ശക്തമായ ഭരണം അവിടെ കാഴ്ചവെക്കാൻ പറ്റും. കാരണം ഒരു കല്യാണത്തിന് പോവാതെ വോട്ടിംഗ് ഇല്ല എന്നൊക്കെ പാർലമെൻറ്റ് നല്ല നിലയിൽ ഹാജരാകാൻ പറ്റി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി. ജനങ്ങൾ വീതിയോടെ നിൽക്കണം. കാരണം പിന്നെ കേരളത്തിലെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രാത്രി മറുപടി പറയാം, അല്ല പകലും മറുപടി വരാമെന്നാണ് അവർ പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജനങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഗൾഫ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് ചോദിക്കാം. ഇതിന്റെ ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഗൾഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഇന്ന് മറ്റേ കച്ചവടം ഓരോ മേഖലയിൽ നിന്നും കുറഞ്ഞു പോകുന്ന സമയമാണ്. ഇപ്പോൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരികയാണ്. പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു ചെറിയ കച്ചവടം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ കഴിയണില്ല. ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന തിരൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊന്നാനിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ പറ്റുന്ന ഒരു ടൗണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്നുള്ള നിലയിലാണ് ഗൾഫ് മാർക്കറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് KT ജലീൽ കുറ്റിപ്പുറത്തുനിന്ന് ജയിച്ച പോലെ, അതുപോലെ തന്നെ 2004 മഞ്ചേരിയിൽ നിന്ന് TK ഹംസക്ക് ജയിച്ച പോലെ ഇത്തവണ പൊന്നാനിയിൽ നിന്ന് KS ഹംസ വിജയിക്കും. ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ 20 സീറ്റിലും വിജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? LDF ജയിക്കണം. UDF ജയിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്രയും കാലം 48 വർഷമായിട്ട് അവർ ഇവിടുന്ന് പോയിട്ട് ഒരു പുരോഗമനവും നമ്മുടെ നാട്ടിലില്ല, ഒന്നുകൊണ്ടില്ല. പിന്നെ അവരെടുത്ത് വെറും കള്ളത്തരം തട്ടിപ്പും വെട്ടിപ്പും ആ പണ്ടും ഈ പണ്ടും എന്നൊക്കെ പറഞ്ഞതൊക്കെ മുണുങ്ങുന്ന ഇടപാടാണ്. അത് ശരിയുള്ള ഇടപാടല്ല. ഇതൊന്ന് മാറി വരട്ടെ. മാറി വന്നിട്ട് നമ്മൾ നോക്കുക. കേരളം മൊത്തം ജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നോമ്പുകാലമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഇവിടുത്തെ ഒരു ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂട് നല്ല ചൂടല്ലേ? കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നുണ്ട്. ഉഷാറായി പോകുന്നുണ്ട്. എന്താണ് പൊന്നാനിയുടെ ഒരു പ്രതീക്ഷ? പൊന്നാനിൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വരണം എന്നാണ് എല്ലാവരെയും അഭിപ്രായം. സാധ്യതയുണ്ടോ മാറ്റത്തിന്? സാധ്യതയുണ്ട്, മാറ്റത്തിന് സാധ്യത ഉണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു സാധ്യത തോന്നാൻ കാരണം? ഇത്തവണ മാറുമെന്ന് തോന്നാൻ കാരണം? ഇത്തവണ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ MP-ൻ്റെ മോശമായ പ്രകടനം ഉണ്ടെന്നാണ് എല്ലാവരെയും അഭിപ്രായമുള്ളത്. ആ സ്ഥിതിക്ക് മാറും. ഇപ്പോൾ ആ MP ഇവിടെ നിന്ന് മാറി അപ്പുറത്തൊരു മണ്ഡലത്തിലേക്ക് പോയില്ലേ, അതൊരു സ്ഥിതിയും കൂടി ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷൻ നല്ല ചൂട് തന്നെയാണ് പോകുന്നത്. ഇടതുപക്ഷത്തിന് നല്ല പ്രതീക്ഷയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് പൊന്നാനി ഇത്തവണ. അതായത് സ്ഥാനാർത്ഥി നേരത്തെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതായത് KS ഹംസ എന്ന് പറഞ്ഞ വ്യക്തി ലീഗിൻ്റെ, അതായത് നല്ലൊരു ലീഗ് പ്രവർത്തകനായിരുന്നു, അതുപോലെ സമസ്തൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കി എന്നാണ് പറഞ്ഞത്. എന്തിനു പുറത്താക്കിയ ലീഗ് വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല, നേതൃത്വം തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാണ് പുറത്താക്കിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ നേതാക്കന്മാരാണ്, അതായത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് പ്രവർത്തിക്കണ ആൾക്കാരെ നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ കൂടുന്ന വികസനങ്ങൾ എണ്ണി പറയാമെന്ന് പറയുന്നുണ്ട്. എണ്ണി പറയട്ടെ, എത്രത്തോളം ട്രെയിനുകൾ ഇവിടെ നിർത്താൻ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് റെയിൽവേനെ ചേർന്നെടുക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് ബോംബെ, ഡൽഹി അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. 32 ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പില്ല. 2-3 ട്രെയിനുകൾ മാത്രമാണ് സ്റ്റോപ്പ് അനുവദിക്കാൻ. മലപ്പുറത്ത് ഏറ്റവും വലിയ സ്റ്റേഷനാണ് തോന്നുന്നത്. അതെ, മലപ്പുറം ജില്ലയിലെ ആകെ വരുന്ന ഏറ്റവും വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വർഷം, 60 വർഷത്തോളമായിട്ട് ഇവിടെ ലീഗിൻ്റെ കയ്യിൽ കിടക്കുന്ന സീറ്റാണ്. ഒരു വർഷം മാറി നോക്കട്ടെ, ഒരു 5 വർഷം ഇടത് വർഷ സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം കൊടുത്തു നോക്കാം. എന്താ ഇത്തവണ ഒരു പ്രതീക്ഷ? എന്താ പ്രതീക്ഷ? നമ്മളെ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കും. അതെന്താ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കും? അത്ര ആത്മവിശ്വാസം? ആത്മവിശ്വാസത്തോടെ നമ്മൾ നടക്കുന്നത്. പൊന്നാനിയിലൂടെയുള്ള യാത്ര അവസാനിക്കുക, പൊന്നാനിയും കഴിയുകയാണ്. അതെ, നമ്മളിത് അവസാനിപ്പിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഗൾഫ് മാർക്കറ്റിലാണ്. അപ്പോൾ ഏതായാലും മാറ്റം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഈ യാത്രയിൽ കേട്ടിരിക്കുന്നത് പൊന്നാനിയിലാണ്. അതെ, അപ്പോൾ ആ മാറ്റം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. തീർച്ചയായും അങ്ങനെ. അടുത്തടുത്തേക്ക് പോയാലോ? തീർച്ചയായും. അപ്പോൾ യാത്ര തുടരുകയാണ് അടുത്ത മണ്ഡലത്തിലേക്ക്.